നമസ്കാരം, ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ റീഡിംഗ് നവംബർ മാസത്തെ നിങ്ങളുടെ ഒരു ലവ് എനർജി റീഡിംഗ് ആണ്. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തിയും തമ്മിലുള്ള ഈ മാസം എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് കാർഡുകൾ ഷഫിൾ ചെയ്ത് 3 കാർഡുകൾ എടുത്ത് വെക്കാം. ആദ്യത്തെ കാർഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. മൂന്നാമത്തെ കാർഡ് എന്തായിരിക്കും ഇനി അടുത്ത് നിങ്ങളുടെ ബന്ധത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് സോർട്സ് ആണ്. അതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതുപോലെ എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് 2 ഓഫ് വോൺസ് എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ 2 വ്യക്തികളും മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലാണ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊരു സംശയം 2 പേർക്കുമുണ്ട്. നിങ്ങളിൽ ഒരാൾ അമിതമായി ചിന്തയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഓവർ തിങ്കിങ് ആണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. പറയാനുള്ളത് ഓപ്പണായിട്ട് പറയാൻ 2 പേരും മടിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള നിശബ്ദതയ്ക്ക് കാരണം ഇരുവരുടെയും ഭയമാണ്. ഇനി എന്താണ് ആ വ്യക്തിക്കുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ്? 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ സ്ഥിരത കൊണ്ടുവരുന്ന ആളായിട്ടാണ്. അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്ത് നല്ലൊരു ജീവിതം അവർ മുന്നോട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കാൻ സമയമെടുക്കും. അവർ ഇപ്പോൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഘട്ടത്തിലാണ്. അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നുമുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ ഇനി അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്? വരുന്നത് 2 ഓഫ് വോൺസ് ആണ്. 2 ഓഫ് വോൺസ് കാണിക്കുന്നത് ആത്മവിശ്വാസത്തോടെ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് അവർ പദ്ധതി ഇടുന്നുണ്ട്. കുറച്ചുകൂടി നേരമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനാണ് അവർ റെഡിയാവുന്നത്. ഇനി അവരെടുക്കുന്ന തീരുമാനം ഈ ബന്ധത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.